السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീം അയ്യദുല്ലാഹു തആല ബിൻ ഹുസൈൻ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങൾ സൂറ ആലി ഇമ്രാനിലെ 174 വചനമാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ വിശദീകരണത്തിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നു, കോൺസ്പിറസി ടു എക്സ്റ്റർമിനേറ്റ് ട്രൂത്ത്സ്, സത്യത്തെ ഉന്മൂലനം ചെയ്യുന്നതിനുള്ള ഗൂഢാലോചന, ഹാസ് ആൾവേസ് ബീൻ ആൻ ആക്ച്വാലിറ്റി, എപ്പോഴും അതൊരു യാഥാർത്ഥ്യമാണ്, ഇൻ ദ ടൈംസ് ഓഫ് ദ പ്രോഫറ്റ്സ് ഓഫ് അല്ലാഹ്, അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ. അപ്പോൾ അല്ലാഹു തആല ഒരു പ്രവാചകനെ ഭൂമിയിലേക്ക് നിയോഗിക്കുമ്പോൾ ആ പ്രവാചകൻ കൊണ്ടുവരുന്ന സത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിന് അതിനുള്ള ഗൂഢാലോചന എല്ലായ്പ്പോഴും നടന്നിട്ടുണ്ട്. കോൺസ്പിറസി ടു എക്സ്റ്റർമിനേറ്റ് ട്രൂത്ത്സ് ഹാസ് ആൾവേസ് ബീൻ ആൻ ആക്ച്വാലിറ്റി ഇൻ ദ ടൈംസ് ഓഫ് ദ പ്രോഫറ്റ്സ് ഓഫ് അല്ലാഹ്. അപ്പം അള്ളാൻ്റെ പ്രവാചകന്മാർ ഭൂമുഖത്ത് ആഗതരാകുമ്പോൾ ഒരു സത്യം പരമാർത്ഥമായി നിലകൊള്ളുന്നതാണ്. ഈ സത്യത്തെ, ഈ കൊണ്ടുവരുന്ന സത്യത്തെ ഉന്മൂലനാശം വരുത്തുക എന്നുള്ളതിനെ സംബന്ധിച്ച് ശത്രുപക്ഷം, അതിൻ്റെ സത്യത്തിൻ്റെ എതിരാളികൾ ഗൂഢാലോചന നടത്തും. അതൊരു സത്യമായ കാര്യമാണ്. ദ വേഴ്സ് റെഫേഴ്സ് ടു ദ ഫാൾസ് റൂമേഴ്സ്. ഈ വചനം നമുക്ക് സൂചന നൽകുന്നത് ദ ഫാൾസ് റൂമേഴ്സ് സ്പ്രെഡ് ബൈ നുഐം ഇബ്നു മസൂദ്. നുഐം ഇബ്നു മസൂദ് എന്ന് പറയുന്ന ആള് തെറ്റായ ചില കിംവദന്തികൾ ഈ ഉഹുദ് യുദ്ധവേളയിൽ പറഞ്ഞു വരുത്തുകയുണ്ടായി. അത് സംബന്ധമായിട്ടാണ് ഈ വചനം സൂചന നൽകുന്നത്. ദ വേഴ്സ് റെഫേഴ്സ് ടു ദ ഫാൾസ് റൂമേഴ്സ് സ്പ്രെഡ് ബൈ നുഐം ഇബ്നു മസൂദ് ഹു വാണ്ടിങ് ടു ഡിസ്ട്രാക്ട്. ഈ നുഐം ഇബ്നു മസൂദ് എന്ന് പറയുന്ന പാർട്ടി, അദ്ദേഹം ഹു വാണ്ടിങ് ടു ഡിസ്ട്രാക്ട്, ഏകാഗ്രത കെടുത്തുന്നതിന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. ദ കോൺസെൻട്രേഷൻ ഓഫ് ദ മുസ്ലിംസ്, മുസ്ലിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിനും ആൻഡ് ഡിസ്കറേജ് ദം, അവരെ അധൈര്യപ്പെടുത്തുന്നതിനുമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളും അതിന് താല്പര്യമുള്ള ഒരാളുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സപ്പെടുത്തുകയോ നിരുത്സാഹപ്പെടുത്തുകയോ, അവർ നല്ല കാര്യങ്ങൾ ചെയ്യില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ അതിനെ നിരുത്സാഹപ്പെടുത്തുകയും അങ്ങനെ അവരുടെ ഇടയിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. അവർ
കപടവിശ്വാസികളായിട്ടുള്ള വിശ്വാസികളെന്ന് പറയാം. അതല്ലെങ്കിൽ ദുർബലരായ വിശ്വാസികളെന്ന് പറയാവുന്നതാണ്. അപ്പോൾ മുസ്ലിങ്ങളെ ഡിസ്കറേജ് ചെയ്യുന്നതിന്, അധൈര്യപ്പെടുത്തുന്നതിന് വേണ്ടി, അവരുടെ ഏകാഗ്രത കെടുത്തുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആയിരുന്നു നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം ഒരു ഫാൾസ് റൂമേഴ്സ്, തെറ്റായ ചില കെട്ടുകഥകളുമായി രംഗപ്രവേശം ചെയ്യുന്നു. ടോൾഡ് ദം, എന്നിട്ട് അവരോട് പറഞ്ഞു that the Meccans were conniving against them. ഈ മക്കാർ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കന്നിവിങ് അഗൻസ്റ്റ് ദം, ഈ മദീനാവാസികൾ അല്ലെങ്കിൽ മക്കയിൽ നിന്ന് പലായനം ചെയ്യപ്പെട്ട ഈ സത്യവിശ്വാസികൾ യുദ്ധത്തിലേക്ക് വരുന്ന ആ സമയത്ത് രഹസ്യധാരണ പുലർത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ടോൾഡ് ദം ദാറ്റ് ദ മക്കൻസ് വെർ കൺവിങ് അഗൻസ്റ്റ് ദം ആൻഡ് പ്ലാൻ ടു റീഇൻഫോഴ്സ് ദെയർ റാങ്ക്സ്. അവരുടെ അണികൾ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ത്രൂ ദ കമ്മിങ് ഓഫ് അതർ സോൾജേഴ്സ്. ഇപ്പോൾ മക്കയിൽ നിന്ന് വന്നവർ മാത്രമല്ല, ഇതിന് പുറകെ വളരെയധികം ആളുകൾ ആ യുദ്ധത്തിൽ പങ്കെടുക്കാനായി എല്ലാവിധ ആയുധങ്ങളുമായി വന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ഫാൾസ് റൂമർ, ഒരു തെറ്റായ കിംവദന്തി മുസ്ലിങ്ങൾക്കിടയിൽ പറഞ്ഞു. ഇതുപോലെ നമ്മൾ സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന സന്ദർഭങ്ങളിൽ സത്യവിശ്വാസത്തിൽ അധിഷ്ഠിതമായ നല്ല കാര്യങ്ങൾ, പദ്ധതികൾ മുന്നോട്ട് വെച്ചാൽ ആ പദ്ധതികൾക്കോ ആ നല്ല കാര്യങ്ങൾക്കോ ഒരു പിന്തുണയും തരികയില്ല എന്ന് മാത്രമല്ല, അതിനെ നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളെയും നമുക്ക് ധാരാളമായി കാണാം. അത് നമുക്ക് ദീനിൻ്റെ കാര്യത്തിന് വേണ്ടി ഒരുമിച്ച് കൂടുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. അവർ നല്ല കാര്യം ചെയ്യുന്നതിന് പിന്തുണ ചെയ്യുകയില്ല, ഒരു ഒന്നും നൽകത്തില്ല എന്ന് മാത്രമല്ല, അവരുടെ ഉള്ള ശേഷിയെ കൂടി ചോർത്തി കളയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളായിരിക്കും അവർ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അപ്പോൺ ഹിയറിങ് ദിസ് ന്യൂസ്, അങ്ങനെ ഈ വാർത്ത കേൾക്കുന്നു. മക്കയിൽ നിന്ന് ഈ വന്നവർ മാത്രമല്ല, ഇനി അതിന് പുറകിൽ ആയിരങ്ങൾ വരാൻ തയ്യാറായി നിൽക്കുകയാണ്, എല്ലാവിധ ആയുധങ്ങളുമായിട്ട്. ഈ വാർത്ത കേട്ട് കഴിഞ്ഞപ്പോൾ ദ ട്രൂലി സിൻസിയർ, ഈ നിഷ്കളങ്കരായ സത്യവാന്മാരായ ആളുകൾ, സത്യവിശ്വാസികൾ, ഡിഡ് നോട്ട് ഗെറ്റ് കോൾഡ് ഫീറ്റ്, അവർക്കൊരു അധൈര്യവും ഉണ്ടായില്ല. ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് ബീങ് ഫ്രൈറ്റൻഡ്, ഇത് കേട്ട് ഭയപ്പെടുന്നതിന് പകരം ബൈ ദിസ് അനൗൺസ്മെൻറ്റ്, ഈ പ്രഖ്യാപനം, ഈ വ്യാജവാർത്ത പരക്കുന്നതിനിടയിൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ യഥാർത്ഥമായ നിഷ്കളങ്കരായ ആത്മാർത്ഥതയുള്ള സത്യവിശ്വാസികൾ, ദേ ബിക്കെയിം ഓൾ ദ മോർ കോൺഫിഡൻറ്റ്, അവർക്ക് കൂടുതൽ ഉറപ്പ് വരികയാണ് ചെയ്തത്. ദാറ്റ് അല്ലാഹ് ഷാൽ നെവർ അബൻഡൻ ദം, എന്താണ്, അല്ലാഹു തആല അവരെ ഒരിക്കലും കൈവിടില്ല എന്ന് അവർക്ക് ഉറച്ച വിശ്വാസം. ആ വിശ്വാസം അത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കുകയാണ് ഈ വാർത്ത ചെയ്തത്. ദുർബലരായ വിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു വാർത്ത കേൾക്കുമ്പോൾ അവർ ഭയക്കുകയും പിന്മാറുകയും തിരിച്ചു പോവുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. ആൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഹിം ദെയർ റിയൽ പ്രൊട്ടക്ടർ. അപ്പോൾ ഈ സത്യവിശ്വാസികൾ, ഈ യഥാർത്ഥ സത്യവിശ്വാസികൾ, അവർക്ക് ധൈര്യം കൂടി. എന്നിട്ട് അവർ ഇപ്രകാരം തന്നെ വിശ്വസിച്ചു, യഥാർത്ഥമായ സംരക്ഷകൻ, ഞങ്ങളുടെ യഥാർത്ഥ സംരക്ഷകൻ, ഇറ്റ് ഈസ് ഹിം ദെയർ റിയൽ പ്രൊട്ടക്ടർ, അവൻ തന്നെയാണ് ഞങ്ങളുടെ യഥാർത്ഥമായ സംരക്ഷകൻ. എഗൻസ്റ്റ് ഓൾ ദാറ്റ് വിച്ച് ദെയർ എനിമീസ് വെയർ പ്ലാനിങ് ടു ഡു, അവരുടെ ശത്രുക്കൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന എല്ലാ പദ്ധതികൾക്കും എതിരായി അല്ലാഹു തആല അവൻ്റെ പദ്ധതി നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതിനെ ഞങ്ങളെ വെറും ഉപകരണങ്ങളാക്കി മാറ്റുന്നതാണ്. ഞങ്ങളെ അല്ലാഹു തആല 100%
സഹായിക്കും എന്നുള്ള ദൃഢത അവർക്ക് കൂടുതലുണ്ട്. അപ്പോൾ ഈ ശത്രുപാളയത്തിൽ അവർ ദുർബലപ്പെടുത്താമെന്ന് വിചാരിക്കുന്ന ഇത്തരം സംഭവങ്ങൾ വിശ്വാസികളെ കൂടുതൽ ശക്തിപ്പെടുത്തുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ലൈക്ക് വൈസ് ലെറ്റ് ഇറ്റ് ബി നോൺ, ഇതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ദാറ്റ് സാത്താൻ ഈസ് ദ ഫിയറസ്റ്റ് എനിമി ഓഫ് മാൻ. മനുഷ്യൻ്റെ ഏറ്റവും ഭയാനകമായ ശത്രു എന്ന് പറയുന്നത് സാത്താനാണ്, ശൈത്താനാണ്. ആൻഡ് വെൻ എവർ ദെയർ ഈസ് പ്രോഗ്രസ്, എപ്പോൾ എവിടെ ഒരു പുരോഗതി ഉണ്ടാകുന്നുവോ, എപ്പോഴൊക്കെ പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവോ, ആൻഡ് ഫൈറ്റിംഗ് ഫോർ ദ കാസ് ഓഫ് ട്രൂത്ത്, സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുന്നുവോ, ഹിസ് ആർമി ആൾവേസ് ഫൈൻഡ്സ് മീൻസ് ആൻഡ് വേസ്. ഈ സാത്താൻ്റെ ആർമി, സാത്താൻ്റെ പിണിയാളുകളും എന്തു ചെയ്യും? ഫൈൻഡ് മീൻസ് ആൻഡ് വേസ് ടു ഡീവിയേറ്റ് ദ സോൾജേഴ്സ് ഓഫ് അള്ളാഹ്. അള്ളാഹുവിൻ്റെ ഈ സൈന്യത്തെ, ഈ പട്ടാളക്കാരെ, ഈ യോദ്ധാക്കളെ വഴിതിരിച്ച് വിടുന്നതിന് വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും അവർ നടപ്പിലാക്കുന്നതാണ്. പരാജയപ്പെടുത്തുന്നതിനായിട്ട്, സത്യവിശ്വാസികളെ പരാജയപ്പെടുത്തുന്നതിനായി സാത്താനും സാത്താൻ്റെ കൂട്ടാളികളും അവരെല്ലാ വഴികളും തേടുന്നതാണ് ഫ്രം ദ റൈറ്റ് പാത്ത്സ്. ശരിയായ പാതയിൽ നിന്നും ഇവരെ വഴിതിരിച്ച് വിടുന്നതിനും ശ്രദ്ധ മാറ്റുന്നതിനും പുരോഗതിക്ക് തടസ്സം വരുത്തുന്നതിനും നന്മയിലേക്കുള്ള കുതിപ്പിന് വിഘാതം സൃഷ്ടിക്കുന്നതിനുമായി അവർ എല്ലാവിധമായ പദ്ധതികളും തയ്യാറാക്കുക. സാത്താൻ്റെ പാർട്ടിയും. ഷെയ്ത്താൻ എന്ന് പറയുന്നത് ആരാണെന്നും അവൻ്റെ പാർട്ടി ആരാണെന്നും ഒക്കെ വിശുദ്ധ ഖുർആൻ അവസാന സൂറത്തുകളിൽ പറഞ്ഞ് തരുന്നുണ്ട്. അത് മനുഷ്യരിലുമുണ്ട്, ജിന്നുകളിലുമുണ്ട് ഈ സാത്താന്മാരും പിശാചുക്കൾ. അപ്പോൾ അതിനെ കരുതിയിരുന്നേ പറ്റൂ. അതുകൊണ്ട് ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇത് മനുഷ്യനാണ് അല്ലെങ്കിൽ ശൈത്താനാണ് എന്താണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു പോയതാണ്. മിനൽ ജിന്നത്ത് വന്നാസ്, ജനങ്ങളിൽ നിന്നും അതുപോലെ ജിന്നുകളിൽ നിന്നും നീ ഞങ്ങളെ കാത്തോണേ എന്ന് ഈ ഉപദ്രവമുണ്ടാക്കുന്ന. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇറ്റ് ഈസ് ഓൺലി ദ വീക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസത്തിൽ ദൗർബല്യമുള്ളവർ, ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്, കപടവിശ്വാസികൾ. അപ്പം വിശ്വാസത്തിൽ അവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, എന്നാൽ വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് കയറി വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമല്ല ശരിക്കും. അപ്പോൾ ഇറ്റ് ഈസ് ഓൺലി ദ വീക്ക് ഓഫ് ഫെയ്ത്ത്, വിശ്വാസ ദൗർബല്യമുള്ളവർ, ആൻഡ് ഹിപ്പോക്രൈറ്റ്സ്, ഈ കപടവിശ്വാസികൾ, ഹൂ ഫാൾ പ്രേ ടു ഹിസ് അനൗൺസ്മെൻറ്റ്സ്, അവരുടെ ഈ പ്രഖ്യാപനത്തിന് അവർ ഇരയായി കൊടുക്കും. ദുർബലന്മാരും അതുപോലെ കപടവിശ്വാസികളും ഇത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ കേൾക്കുമ്പോൾ ഇതിലൊന്നും വലിയ കാര്യമില്ലാത്ത കാര്യമല്ലയോ, വല്ല കാര്യമുണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള ഇത് കേട്ട് കഴിയുമ്പം അവരപ്പോഴേ അതിൻ്റെ ഇരകളായി മാറും. വേറസ് ദ ട്രൂ സെർവൻസ് ഓഫ് അല്ലാഹ്, എന്നാൽ അള്ളാഹുവിൻ്റെ യഥാർത്ഥ ദാസന്മാർ ആർ ദ വൺസ് ഹൂ വേജ് വാർ, അവർ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടേയിരിക്കും, അവർ യുദ്ധം നയിക്കും, അവർ അടരാടിക്കൊണ്ടിരിക്കും. വിത്ത് ഷുവർ ട്രസ്റ്റ് ഇൻ അല്ലാഹ്, അള്ളാഹുവിലുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അവർ ആ ദൈവമാർഗത്തിൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് ആർ എവർ കോൺഫിഡൻസ്, അവരെന്നും ഉറപ്പുള്ളവരാണ്, കോൺഫിഡൻ്റായ ആളുകളാണ്. ദാറ്റ് ദ അൾട്ടിമേറ്റ് വിക്ടറി, അവസാനത്തെ വിജയം, പരമമായ വിജയം ഷാൽ ആൾവേസ് ബി ദേഴ്സ്, തീർച്ചയായിട്ടും അവരുടേതായിരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് മുന്നേറിക്കൊണ്ടേയിരിക്കും. അതില്ലാത്ത ആളുകൾ, വിശ്വാസികളാണ് എന്ന് പറയുന്നവർ ഒരു പ്രവൃത്തിയും ചെയ്യാതെ അങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. ആ പ്രവർത്തനങ്ങൾ തമ്മിൽ നമ്മൾ നോക്കിക്കണ്ടാൽ മതി. എന്താണ് ചെയ്യുന്നത്, അവരെന്താണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നത്,
എന്ന് പരിശോധനാ വിധേയമാക്കുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. വിശുദ്ധ ഖുർആനിൽ സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും അവർ ചെയ്യുന്നോ? വിധവകളെയും അനാഥരെയും സംരക്ഷിക്കുക, വിധവകളെയും അനാഥരെയും സംരക്ഷിക്കാൻ വേണ്ടി വല്ലതും ചെയ്യുന്നോ? കഷ്ടപ്പെടുകയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെയും അവരെ സഹായിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുക, അത് ചെയ്യുന്നുണ്ടോ? രോഗികളായ ആളുകളെ സന്ദർശിക്കുകയും അവർക്ക് ആശ്വാസം പകരുകയും ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ ഒരുപാട് സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യുവാനാണ് വിശ്വാസികളോട് പറയുന്നത്. അതോടൊപ്പമാണ് അവർ ദിക്റുകളിൽ, നമസ്കാരങ്ങളിൽ, ദുആകളിൽ അങ്ങനെ വ്യാപൃതരായി ഇരിക്കുന്നത്. ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടാണ്. ഈ പ്രവർത്തനങ്ങളൊന്നും ചെയ്യാതെ തങ്ങൾ വിശ്വാസികളാണ് എന്ന് പറഞ്ഞ് എങ്ങനെ ഇരിക്കുന്ന ആളുകളെക്കുറിച്ച് ഒന്നുകിൽ അവർ കപടന്മാർ, അല്ലെങ്കിൽ വിശ്വാസവഞ്ചകന്മാർ. അവർ ഇസ്ലാമിൻ്റെ അധ്യാപനത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ദിനരാത്രങ്ങളിൽ നിങ്ങൾ എന്ത് ചെയ്തു, അതിൽ നിന്ന് എന്ത് നേടി? ഇതൊരു ചോദ്യം തന്നെയാണ്. അതിന് ഉത്തരം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാം, കുടുംബാംഗങ്ങളുമായി ചേർന്ന് ചെയ്യാം, സമൂഹവുമായി ചേർന്ന് ചെയ്യാം. സാമൂഹ്യ പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് ഇസ്ലാമിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത്. അതല്ലാതെ വെറും വായ് കൊണ്ട് പറയുന്ന എന്തെങ്കിലും കുറേ പദപ്രയോഗങ്ങൾ കൊണ്ട് ദീൻ നടപ്പിലാക്കലല്ല ഇസ്ലാം. അത് മനുഷ്യരുടെ, ജീവജാലങ്ങളുടെ, അള്ളാഹുവിൻ്റെ സൃഷ്ടിജാലങ്ങളുമായി അനുദിനം ബന്ധപ്പെട്ടുകൊണ്ട് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് കുതിക്കുന്ന ഒരു വലിയ ചിന്താ പ്രസ്ഥാനവും പ്രവർത്തന പ്രസ്ഥാനവുമാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാഴ്ചവെക്കുന്നത്. അതനുസരിച്ച് പ്രവർത്തിച്ച് റഹ്മത്തുൽ ലിൽ ആലമീനായ പ്രവാചകൻ്റെ പ്രതിനിധികളായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയും കടന്നു പോവുകയും അടുത്ത തലമുറയെ അതിനായി സജ്ജമാക്കി നിർത്തുകയും ചെയ്യേണ്ട വമ്പിച്ച ഭാരിച്ച ഉത്തരവാദിത്വം നമുക്കുണ്ട്. തിന്നും കുടിച്ചും നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിക്കഴിയുന്നതായിരിക്കരുത് നമ്മുടെ ജീവിതം. മറ്റുള്ളവർക്ക് നിങ്ങൾ എത്രത്തോളം, ദ മോർ യു ഗിവിങ്, എത്രത്തോളം നിങ്ങൾ കൂടുതൽ കൊടുക്കുന്നുവോ അതിലാണ് നിങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷം ഇരിക്കുന്നത്, നന്മയിരിക്കുന്നത്. അല്ലാഹു തആല നോക്കൂ, ഈ പ്രപഞ്ചത്തിലേക്ക് സകലതും ദ മോർ ഗിവിങ്, അവൻ കൂടുതൽ കൂടുതൽ തന്നുകൊണ്ടേയിരിക്കുകയാണ്. അവൻ അത് നിർത്തുന്നില്ല. അതുപോലെ നമ്മളും കൂടുതൽ കൂടുതൽ നേടുവാനും അത് കൊടുക്കുവാനും ഉള്ള പവർ നമ്മൾ ആർജിച്ചു കൊണ്ടേയിരിക്കണം. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ അടുത്ത പുതിയ വചനവുമായി നമ്മൾ സംസാരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ജസാക്കുമുല്ലാഹു അഹ്സൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.